നമസ്കാരം ചങ്ങാതിമാരെ. ഇന്ന് പുതിയ സൈറ്റിൽ വർക്ക് തുടങ്ങുകയാണ്. ഓടുണ്ട്, ഗ്രില്ലുണ്ട്, ഹാൻഡ് റെയിലുണ്ട്, അങ്ങനെ കുറേ വളരെ വർക്ക് ചെയ്ത പോലെ തന്നെ ഡബിൾ ലെയർ റൂഫിംഗ് ആണ്. അടിയിൽ സീലിംഗ് കോഡ്, മുകളിൽ സെറാമിക് കോഡൊക്കെ ആയിട്ട് കുറച്ച് ദിവസം കാണും പണികൾ. ഇന്നിപ്പോൾ ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. മെറ്റീരിയൽ വരാൻ കുറച്ച് വൈകി, അപ്പോൾ അതിൻ്റെ ഒരു ഡീൽ ഉണ്ടായിരുന്നു. ഇതാണ് സൈറ്റ്. ഇത് തൃശ്ശൂർ ജില്ലയിലെ മുളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. പുതിയ വീടാണ്. ഇത് ഒരു ഗ്രില്ലാണ് ചുമരയിലേക്ക്. അത് മെയിൻ ഹാളിൻ്റെ കോർണറിൽ അടിതൊട്ട് മുകളിൽ വരെ ഒരു ഗ്രില്ല്. ഇവിടെയാണ് നമുക്ക് ഓടിൻ്റെ പരിപാടികൾ വരുന്നത്. ഇത് പിന്നിലത്തെ കൂച്ചും മുന്നിലത്തെ കൂച്ചും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട് ടാപ്പറിൽ. അപ്പോൾ അത് ആദ്യം ലെവലടിക്കേണ്ടി വന്നു നമുക്ക്. അത് ലെവലടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ഹാമർ കൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഏകദേശം ഒരു ലെവലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്ന്. അപ്പോൾ അതിൻ്റെ ടാപ്പർ ശരിയാക്കിയതിന് ശേഷം ടെറസിൽ അകത്തേക്ക് വെളിച്ചം വരാൻ വേണ്ടി പറകോള ടൈപ്പായിട്ടൊരു ഹോളുകൾ ഇട്ടുണ്ട് കുറേ. അതിൻ്റെ മുകളിൽ പോളികാർബൺ അടിക്കാനുള്ള ഫ്രെയിം സെറ്റ് ചെയ്തു. അതിനുശേഷം എല്ലാ മെറ്റീരിയലും പെയിൻറ്റ് ചെയ്തു. ഇന്ന് ഒന്നാം ദിവസം ഉച്ചതിരിഞ്ഞ് പൈപ്പുകൾ പെയിൻ്റ് അടിച്ച് തുടങ്ങിയത് കാരണം പണി അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് തുടങ്ങി. അതിന് തന്നെ നടക്കാൻ പാകത്തിന് പൈപ്പുകൾ ക്രോസുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റിയത്. സ്കഫോൾഡൊക്കെ നാളെ വരുള്ളൂ. സ്കഫോൾഡ് കിട്ടിയാലും പാടാണ്. നമ്മുടെ അടിയിലൊക്കെ അത് ഇടാനായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ബീം അടിച്ചു. ബീം ആ സൈഡ് അടിച്ചു, വാട്ടർ ലെവൽ ചെയ്തു, ഉറപ്പിച്ചു. അതിൻ്റെ തിണ്ടൊക്കെ കുറേശ്ശെ പൊട്ടിക്കേണ്ടി വന്നു നമുക്ക്. അതൊക്കെ അടിച്ച് രണ്ട് സൈഡും ബീം അടിച്ച് ട്രസ്സ് ഡിഗ്രി എടുത്തപ്പോൾ അവർ ആ ചുമരിന് കൊടുത്ത കൂച്ചത്തിൽ നമുക്ക് അവിടെ ട്രസ്സ് അടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അപ്പം അത് കൂച്ചം ഭയങ്കര കൂടുതലായിരുന്നു. അത്രയും കൂച്ചത്തിൽ ഓടടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റത്തൊക്കെ പറക്കാനും ഭയങ്കര സ്ലോപ്പ് കൂടുതലായിരുന്നത്. അത് കാരണം അതിൻ്റെ കൂച്ചം ഒരടി അങ്ങോട്ട് കുറച്ചു. എന്നിട്ട് ഏകദേശം ഒരു ടാപ്പർ സൈസ് പറയുകയാണെങ്കിൽ ഒരു 3.25-3.5 ഇഞ്ച് ടാപ്പർ വെച്ചിട്ടാണ് ഡ്രസ്സ് സെറ്റ് ചെയ്ത് തരുന്നത്. ഡ്രസ്സ് 5 ഡ്രസ്സാണ് വന്നത്. അതിൽ 4 ഫുൾ ഡ്രസ്സ് വരും. അതിന് ശേഷം ആ കട്ടിങ് ചുമരിക്കണോടത്തേക്ക് 2 കട്ട് ഡ്രസ്സാണ് വരിക. ഏകദേശം ഒരു 3-4 അടിയുടെ നീട്ടം ഒരു സൈഡിലേക്ക് കുറയും. കുതിരയുടെ അഭാവം കാരണം സ്വല്പം അഭ്യാസം കളിക്കേണ്ടി വന്നു ഡ്രസ്സ് കയറ്റാനായിട്ട്. എന്നാലും 3 ഡ്രസ്സ് വെച്ചു. ഡ്രസ്സ് 5 കയറേണ്ടതായിരുന്നു. അപ്പോഴത്തേനും കറണ്ട് പോയി. പിന്നെ നമ്മൾ സമയമായപ്പോഴത്തേനും കറണ്ട് വന്നില്ലായിരുന്നു. അത് കാരണം നമ്മൾ 2 ഡ്രസ്സ് കയറ്റിയില്ല, 3 ഡ്രസ്സ് കയറ്റി വെച്ച് പോന്നു. ഡ്രസ്സ് 4x2 16 ഗേജ് പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രസ്സിനും ബീമിനും 2 വരി ഓട് വരുമല്ലോ. മുകളിൽ റൂഫിംഗ് കോഡും താഴെ സീലിംഗ് കോഡും വരും. അത് കാരണം 4x2 കനുള്ള പൈപ്പ് തന്നെയാണ് അത് ഉപയോഗിച്ചത്. നിൽക്കാനും നടക്കാനൊക്കെ ആയിട്ട് സ്ഥലപരിമിതികൾ ഉള്ള കാരണം സ്വല്പം സാഹസികത കാണിച്ചിട്ടല്ലേ അത് പിടിപ്പിക്കേണ്ടി വന്നത്. എന്നാലും അത് വെച്ചിട്ട് പോന്നു. കുതിരക്ക് ഇനിയിപ്പോൾ നാളെ അവർ കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരട്ടെ. നമ്മുടെ കുതിരകൾ നമ്മുടെ കയ്യിലുള്ള സ്കഫോൾഡൊന്നും എത്തില്ല. അത് വാടകയ്ക്ക് എടുക്കുക വേണം ഈ പരിപാടിക്ക്. ഇനിയിപ്പോൾ കുതിരയുടെ ആവശ്യം ഞങ്ങൾക്കില്ല. അതിപ്പോൾ 3 ഡ്രസ്സ് വെച്ച് ഇനിയിപ്പോൾ നാളെ 2 ഡ്രസ്സ് വയ്ക്കാൻ അതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞാൽ പല്ലിങ്ങടിയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറാം. ഇനി വേറെ മുന്നിലും സൈഡിലൊക്കെ ആയിട്ട് വേറെ റൂഫിംഗ് ഉണ്ട്. അതിനുശേഷം കോണിയുടെ ഹാൻഡ് റെയിലുണ്ട്. പിന്നെ ചാച്ചർക്കുകൾ വേറെ സ്ഥലത്തുണ്ട് ഷീറ്റിൻ്റെ. പിന്നെ ഗ്രില്ല് വർക്കുകളുണ്ട്. അങ്ങനെ കുറേ പണികളുണ്ട് അവിടെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ 4 പേരും കൂടി ചെന്ന് അങ്ങോട്ട് തുടങ്ങി. മെറ്റീരിയൽ ഏകദേശം 11-11 ആയപ്പോഴാണ് വന്നത്. അതിന് മുമ്പ് അവിടെ 3.1 പൈപ്പ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ മുകളിലത്തെ പറകോളയുടെ ഫ്രെയിം നമ്മൾ അടിച്ചത് പോളികാർബണിൻ്റെ. അതിനുശേഷം വന്ന പൈപ്പ് പെയിൻ്റ് അടിച്ചിട്ട് ഞങ്ങൾ ഊണിന് കയറി. ഊണ് കഴിച്ച് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിപാടി ഞങ്ങൾ രണ്ടാമത് ആരംഭിച്ചത്. 2 സൈഡിലത്തെ ചുമരിൽ അവർ കൂച്ചമണെന്ന് വെച്ചാർന്ന് 2 തരത്തിലായ കാരണമാണ് ചുമര നമുക്ക് പൊട്ടിക്കേണ്ടി വന്നത്. ലെവലിൽ നോക്കി പൊട്ടിച്ച് ഡ്രസ്സൊക്കെ വെച്ച് അതിലനുസരിച്ച് അങ്ങോട്ട് തട്ടാളതൊക്കെ തട്ടിപ്പൊട്ടിച്ച് കയ്യിൽ ഡ്രസ്സ് കറക്റ്റായിട്ട് വെച്ചു. ഡ്രസ്സ് ഏകദേശം 40 ഇഞ്ചാണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഓരോ ഡ്രസ്സും തമ്മിൽ 45 ഇഞ്ച് ഗ്യാപ്പാണ് ഇന്നർ അളവ് വന്നിരിക്കുന്നത്. ഇതാണ് താഴെ നിന്നുള്ള രൂപം. ബാക്കി കാര്യങ്ങൾ നാളെ കാണാം.